ഈ കാണുന്ന ആളുകളെല്ലാം നടന്നു പോകുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ ബസ് ടെർമിനലിലേക്കാണ്. അതെ, 50 ഫുട്ബോൾ ഗ്രൗണ്ടിന്റെ അത്ര വലുപ്പമുള്ള 67 ഏക്കറിൽ വ്യാപിച്ചു കിടക്കുന്ന ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ബസ് സ്റ്റേഷന്റെ കാഴ്ചകളാണ് ഇന്ന് നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത്. 2 വർഷം മുമ്പ് നമ്മൾ ഈ ഒരു ബസ് സ്റ്റേഷന്റെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അന്ന് തുറന്നു കൊടുത്ത സമയമായതുകൊണ്ട് തന്നെ നല്ല അടിപൊളി മെയിൻ്റനൻസ് ആയിരുന്നു. പക്ഷെ ഇപ്പോൾ 2 വർഷത്തിന് ശേഷം അതേപോലെ തന്നെ അതേ സ്റ്റാൻഡേർഡിൽ ഈ ഒരു ബസ് സ്റ്റാൻഡ് നമുക്ക് ഇപ്പോഴും കാണാൻ പറ്റുന്നുണ്ട്. അപ്പൊ ഗവൺമെന്റ് പ്രോജക്റ്റ് തുറന്നു കൊടുത്താൽ പിന്നെ തോന്നിയ പോലെയാണ് എന്നുള്ള തോന്നൽ ഇതാ ഈ ചെന്നൈയിലെ കേളമ്പാക്കം ബസ് സ്റ്റാൻഡിൽ വന്നപ്പോൾ മാറിയിട്ടുണ്ട്. ഇന്ന് ബസ് സ്റ്റാൻഡിന്റെ പുതിയ വിശേഷങ്ങൾ കാണാം. അപ്പൊ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വടക്കം ചെന്നൈ സുഹൃത്തുക്കളെ, നമസ്കാരം. ഞാനിപ്പോൾ ഉള്ളത് ചെന്നൈയിലാട്ടോ. ചെന്നൈയിലെ കാട്ടാങ്കളത്തൂർ, അതായത് SRM യൂണിവേഴ്സിറ്റി ഉണ്ടല്ലോ, SRM യൂണിവേഴ്സിറ്റിനോട് ചേർന്നിട്ടുള്ള കാട്ടാങ്കളത്തൂർ എന്ന സ്ഥലത്താണ് ഞാനിപ്പോൾ ഉള്ളത്. അപ്പോൾ ഞാൻ ചെന്നൈയിൽ വന്നിരിക്കുന്നത് എന്താ വെച്ചാൽ, ഒരു 2 വർഷം മുമ്പ് നമ്മൾ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ബസ് സ്റ്റേഷൻ ആയിട്ടുള്ള കേളമ്പാക്കം ബസ് സ്റ്റേഷനെ കുറിച്ചിട്ടൊരു വീഡിയോ ചെയ്തിരുന്നു. അപ്പോൾ നമുക്ക് 2 വർഷത്തിന് ശേഷം ആ ബസ് സ്റ്റാൻഡ് ഇപ്പോൾ എങ്ങനെയുണ്ട്, അത് അതേപോലെ ആ ഒരു വൃത്തിയും കാര്യങ്ങളൊക്കെ, മെയിൻ്റെനൻസ് എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത മെയിൻ്റെനൻസ് ആയിരുന്നു അന്നൊക്കെ കേട്ടോ. അതായത് ബാത്റൂമൊക്കെ ക്ലീൻ ചെയ്യാൻ 2 സ്റ്റാഫൊക്കെ ആയിരുന്നു അന്ന് ഉണ്ടായിരുന്നത്. അപ്പോൾ ഏതായാലും നമുക്ക് ആ ബസ് സ്റ്റാൻഡിലേക്ക് ഒന്ന് പോയി നോക്കാം. ഞാൻ ഇപ്പോൾ ഇവിടുന്ന് ഈ ഒരു സ്ഥലത്തുനിന്ന് ഇവിടെ കുറച്ചപ്പുറത്തൊരു ബസ് സ്റ്റാൻഡ് ഉണ്ട് കേട്ടോ. കുറച്ചപ്പുറത്തൊരു ബസ് സ്റ്റാൻഡ് ഉണ്ട്. ഇതാ ബസ് ഇവിടെ നിർത്തൂല, അവിടെ നിർത്തുള്ളൂ. അപ്പോൾ ആ ബസ് സ്റ്റാൻഡിൽ പോയിട്ട് നമുക്ക് അവിടെ നിന്ന് കയറി നേരെ ഇതിൽ പോകാം. അവിടെ ഒരു ചായക്കട ഉണ്ട്, ഡൈൻ ഹബ്. നമ്മളെ മലപ്പുറം ജില്ലയിലുള്ള ആൾക്കാരുന്നാണ്. അപ്പോൾ ഇവിടെ നിന്ന് ഒരു ചായയും സാൻഡ്വിച്ചൊക്കെ കുടിച്ചു. നമ്മൾ നേരെ ഇഞ്ഞ് പോവുകയാണ്. നല്ല ചൂടാട്ടോ. അപ്പോൾ ഇങ്ങനെ ഒരു മൂടിക്കെട്ടിക്കുന്ന കാലാവസ്ഥ ഇങ്ങനെ ഇതാകുമ്പോൾ പക്ഷെ നല്ല ചൂടാണ്, വിങ്ങണ ചൂടാണ്. പക്ഷെ രാത്രി അയക്കാന്നുണ്ടെങ്കിൽ നല്ല തണുത്ത കാറ്റ് കേട്ടോ. അപ്പോൾ ഇപ്പം തന്നെ നോക്കിയാണ് നിങ്ങൾ, കാറ്റ് വയ്ക്കുകയാണ്. പക്ഷെ ഇപ്പം ചൂടായതുകൊണ്ട് തന്നെ ചൂട് കാറ്റാണ് വരുന്നത്. രാത്രിയാണെന്നുണ്ടെങ്കിൽ നല്ല തണുത്ത കാറ്റ്. അണ്ണേ അക്കെ താഴെ പോലെ കുറച്ച് വരട്ടമ്മ. അപ്പോൾ നമ്മളെ ഏതായാലും അണ്ണൻ്റെ അവിടെ കുറച്ചങ്ങനെ കുറേ ദൂരത്തിൽ നടക്കാണ്ട്. അപ്പോൾ ബ്രോൻ്റെ വണ്ടിമേ കയറിയിട്ട് നമ്മളങ്ങോട്ട് പോവാണ്. ഓക്കെ, താങ്ക്സ് അണ്ണ. നിങ്ങൾ എന്തൂരാ? കുറുവഞ്ചേരി. അല്ല, ഇന്ത്യ തന്നെ, എന്ത് മാവട്ടോ? ഈ റോഡ് നേരെ സിറ്റി തന്നെ. നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് NH 32 അണ്ണ. ഇന്ത റോഡിൽ തന്നെ മറ്റേ കേളമ്പാക്കം ബസ് സ്റ്റേഷൻ. ഇതേ റോട്ടിലാണ് നമ്മൾ കേളമ്പാക്കം ബസ് സ്റ്റേഷൻ ഉള്ളത് കേട്ടോ. ഈ റോട്ടിലൂടെയാണ് കോയമ്പത്തൂര്, പൊള്ളാച്ചി, അതേപോലെ ഈ തമിഴ്നാടിൻ്റെ ഈ സൈഡിലേക്കുള്ള ബസ്സുകളൊക്കെ പോകുന്നത് കേട്ടോ. രാത്രിയൊക്കെ എന്തോരം ബസ്സാണ് ഇതിലൂടെ പോകുന്നത് കേട്ടോ. ഇതാണ് ബസ് സ്റ്റേഷൻ. ചെറിയൊരു ബസ് സ്റ്റേഷൻ കേട്ടോ. ഓ, വിജയിൻ്റെ ഫോട്ടോ, തളപതി വിജയ്. ഓക്കെ അണ്ണാ, താങ്ക്സ്. നല്ല ചൂടാട്ടോ. എന്താ വെയിലേറിയോ ഒക്കെ. മഴ മാസം, മഴ എങ്കെ മഴയില്ല. അപ്പോൾ ഇവിടുത്തെ മഴ ഫുള്ള് കേരളയിൽ വന്നിരിക്ക്. ഇവിടെ ഇപ്പം മഴ പെയ്യണ മാസമാണ്. പക്ഷെ മഴയുടെ സാധനം എന്താ ചൂട്. മഴ പെയ്തത് സുത്തമായി പെയ്തതല്ലേ. നല്ല ചൂടാട്ടോ. ജൂലൈ, ഓഗസ്റ്റ് ഈ 2 മാസമാണ് കാര്യമായിട്ട് തമിഴ്നാട്ടിൽ മഴ പെയ്തിട്ട്. എന്താ അറിയില്ല, നമ്മൾ നിന്നുകൊണ്ട് നല്ല ആളുകൾ ഒന്നുകൊണ്ട് ചിലപ്പോൾ മഴ പെയ്യാൻ ചാൻസ് ഉണ്ട്. ഓ, ബസ് കയറി. വല്ലാ തിരക്കൊന്നുമില്ല ബസ്സിൽ. സീറ്റ് കിട്ടിയിട്ടുണ്ട്. നമ്മളെ കൂടെ ഒരു ആളുണ്ട്. എങ്ക ഇറങ്ങണം? ഗുഡ്വഞ്ചേരി. എപ്പടി പോകുന്നത് ചെന്നൈ? ഇപ്പോൾ നല്ല പോകുതാ, സൂപ്പറാ இருக்கு. ரொம்ப ചൂട് கொஞ்சம் ജാസ്തി. SRMന്റെ ലോഗാട്ടത്. SRM ആർട്സ് ആൻഡ് സയൻസ് കോളേജ്, SRM ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റ്, SRM കോളേജ് ഹോസ്പിറ്റൽ ആൻഡ് വായിച്ചു തീരുന്നതിൽ തന്നെ കുറേ ടൈമുണ്ട്. SRM കോളേജ് ഓഫ് ഫാർമസി. അതിങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല റോഡാട്ടോ. 4 വരി റോഡും 2 വരി വീതിയുള്ള സർവീസ് റോഡിലൂടെയൊക്കെ സുഖമായിട്ട് പോകാം. പിന്നെ മെയിൻ പ്രശ്നം എന്ന് വെച്ചാൽ സിഗ്നലുണ്ട്. ന്യൂട്രൺ പോയിന്റുകളും സിഗ്നലുണ്ട്. എന്നാലും സിറ്റിയിലാണ്. സിറ്റിയിലാകുമ്പോൾ അങ്ങനെ നിർബന്ധമല്ല, അങ്ങനെ സാധിക്കുള്ളൂ. അണ്ടർപാസ് ഇതൊക്കെ ഉഷാറ്. തൈലാവരം. ആ ബിൽഡിങ് എങ്ങനെയുണ്ട്? എനിക്കിനി ഗ്ലാസ് പോലെ അടിപൊളി. ഇൻഡസ്ട്രി അത് ഫുൾ SRMന്റെ കീഴിലാണ് തോന്നുന്നു.
നമ്മൾ കയറിയ ബസ് ബസ് സ്റ്റാൻഡിൻ്റെ ഉള്ളിലേക്ക് കയറില്ല. അത് വണ്ടല്ലൂർ സൂ. നമ്മളിനി എന്താ കാട്ടണോ, നേരെ അപ്പുറത്തേക്ക് കടന്നിട്ട് ഇവിടുന്ന് ഏകദേശം 1 കിലോമീറ്ററിൽ കൂടുതലുണ്ട്. ഞാൻ ഇവിടെ ഒരു ഓട്ടോക്കാരുണ്ടായിരുന്നു. ഓട്ടോക്കാരനോട് ബസ് സ്റ്റാൻഡിലേക്ക് എത്രയാണെന്ന് വെച്ചപ്പോൾ 100 രൂപ. റാപ്പിഡോയിൽ നോക്കിയപ്പോൾ 30 രൂപ. റാപ്പിഡോയിൽ ഓട്ടോയ്ക്ക് 30. പിന്നെ എങ്ങനെ ആൾക്കാർ റാപ്പിഡോ അല്ലേ ബുക്ക് ചെയ്യുള്ളൂ. പക്ഷെ നമ്മളെ കേരളത്തിൽ ഈ ഓൺലൈൻ ടാക്സിക്ക് ഭയങ്കര എതിർപ്പാണ്. ഇതേമാതിരി ആ ചങ്ങായി ഇപ്പം എന്നോട് പറഞ്ഞാൽ 100 രൂപയാണ്. ഇവിടുന്ന് 1 കിലോമീറ്റർ ഉള്ളൂ. ഇതാണ് ഈ ഒരു ഫ്ലേവറിൻ്റെ അടിയിൽ കൂടെ ഒരു യൂ ടേൺ അടിച്ചിക്കാന്നുണ്ടെങ്കിൽ കുറഞ്ഞ ദൂരം സഞ്ചരിച്ചിക്കാന്നുണ്ടെങ്കിൽ ബസ് സ്റ്റാൻഡ് എത്തും. നമ്മളെന്താ ബസ് കയറിയാലും തരും. ബസ് നേരെ അതിൻ്റെ ഉള്ളിൽ പോയിക്കോളും. ഇതാണ് വണ്ടല്ലൂർ സൂ കേട്ടോ. കണ്ടു നിങ്ങൾ, വണ്ടല്ലൂർ സൂ വലിയ മൃഗശാലയാണ്. പക്ഷെ ഇപ്പോൾ ഒന്നായിട്ട് പൊയ്ക്കണമെന്നുണ്ട്. ആദ്യം നല്ല നമ്പർ 1 ആയിരുന്നു. ഇപ്പോൾ മൈസൂരും, നമ്മളെ ഈ സൗത്ത് ഇന്ത്യയിൽ മൈസൂരും സൂ അടിപൊളിയാണ്. നമ്മളിപ്പോൾ ആ ഒരു പഴയ പ്രതാപമൊന്നുമില്ല. അണ്ണ സുവോളജിക്കൽ പാർക്ക്, വണ്ടല്ലൂർ, ചെന്നൈ. ഇവിടെ കുറെ നടക്കാണ്ട്. സൈക്കിൾ കിട്ടിയിക്കാണെങ്കിലും ഓക്കെ, ആ ബാറ്ററി സൈക്കിൾ ഉണ്ടല്ലോ അത് കിട്ടിയാലും ഓക്കെ. എല്ലാന്നുണ്ടെങ്കിലും പണി കിട്ടും. കുറേ നടക്കാം. ഏകദേശം ഒരു 3.5 കിലോമീറ്ററോളം നടക്കാണ്ട്. അക്കാ ബസ് എങ്ക ബസ് സ്റ്റാൻഡ് അകെയാ? ഓക്കെ, സ്റ്റാൻഡ് ഓക്കെ. നമ്മളൊരു ലോ ഫ്ലോർ ബസ് കയറിട്ടോ. 11 രൂപ ലോക്കൽ ടിക്കറ്റ്. ബസ് ചാർജ് കൂട്ടിക്കൊണ്ട് തോന്നുന്നു. ഇപ്പോൾ കലാം സാറിന് നല്ലൊരു അടിപൊളി ഫോട്ടോ എടുത്തിട്ടുണ്ട്. തമിഴിലെന്തോ എഴുതിയിട്ടുണ്ട്, നമുക്ക് മനസ്സിലാണില്ല. ഇത് ദീർഘദൂര ബസ് പോകാനുള്ള സ്ഥലം. നമ്മൾ അവിടെ ഒരു FOBന്റെ പണി നടക്കുന്നുണ്ട് കേട്ടോ. റോഡ് മുറിച്ചെടുക്കല് കൂടെ കയറുന്നത് പാർക്ക് ചെയ്യാനും മറ്റേതൊക്കെ. ഓ, സ്റ്റേഷനിലേക്ക് കയറിയാണ്. ഒരു 2 വർഷം മുമ്പാണ് നമ്മൾ അവസാനമായിട്ട് ബസ് സ്റ്റേഷനിൽ വന്നത് കേട്ടോ. അന്ന് അടിപൊളിയായിരുന്നു. ഇപ്പോഴും ഏരിയക്കൊന്നും കുഴപ്പമൊന്നുമില്ല. ഓക്കെ, ഇറങ്ങി നോക്കാം. ഡോർ തുറപ്പു. അടിപൊളി. എന്താ കാറ്റ് ഇറങ്ങിയപ്പോൾ തന്നെ. ആ പ്രതാപം നഷ്ടപ്പെട്ടിട്ടില്ലേ. ഇവിടെ ലോക്കൽ ബസ് സ്റ്റാൻഡ്, അതായത് ഈ ഒരു ടൗൺ ഏരിയ ബസ്സുകൾ, ടൗൺ ബസ് ഉണ്ടല്ലോ, അവർക്ക് വേണ്ടിയിട്ടുള്ള വാഷ്റൂമും കാര്യങ്ങളൊക്കെ അവിടെയാണ്. പിന്നെ അവിടെ ഒരു ചെറിയൊരു ഇതുണ്ട്, ടീ ഷോപ്പ് ഉണ്ട്, ആവിൻ. പിന്നെ വാട്ടറിൻ്റെ ഒരു വെൻഡിങ് മെഷീൻ ഉണ്ട്. വാട്ടർ ബോട്ടിലിന് 10 രൂപ. 1 ലിറ്ററിന് 10 രൂപ. ജയ് അക്യോ സെറ്റ് 1 ലിറ്റർ 10 രൂപ സംഭവം കേട്ടോ. ഇപ്പോൾ വർക്കിംഗ് ആണോ നോക്കട്ടെ. 1 ലിറ്റർ വാട്ടർ ബോട്ടിലിന് 10 രൂപ. ടച്ച്. ഓക്കെ ഉണ്ട് കേട്ടോ, വർക്കിംഗ് ആണേ. 1 ലിറ്ററിന് 10 രൂപ. ദീർഘദൂര ബസ് സ്റ്റേഷനിലേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള ലിഫ്റ്റ് ഉണ്ട്. കാൽനട യാത്രക്കാർ എന്നുണ്ടെങ്കിൽ ഇങ്ങനെ അതിലൂടെ പോകാം. നമ്മളേതായാലും നടന്നിട്ട് പോകാം. ഓക്കെ, ട്രോളി വരെ ഇവിടെ സെറ്റാണ്. എയർപോർട്ട് പോലെ ട്രോളി വരെ, അതായത് ഇവിടുന്ന് ബസ് ഇറങ്ങിയിട്ട് നമുക്ക് ലോങ് യാത്രക്ക് വേണ്ടിയിട്ടുള്ള ട്രോളി വരെ ഇവിടെ സെറ്റാണ്. ഞാൻ ഇതിൻ്റെ 3ാമത്തെ വീഡിയോ ആണ് ചെയ്യുന്നത്. ഇതിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ ഇതിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്. അന്ന് ഈ ഗാർഡൻ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യണ ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടിരുന്നത്. ഇപ്പോൾ പ്രവർത്തനം തുടങ്ങി 2 വർഷത്തിന് ശേഷം. ഇപ്പം എങ്ങനെയുണ്ടെന്ന് നമുക്കൊന്ന് പോയി നോക്കാം. നിങ്ങൾ ചിത്രങ്ങൾ കുറച്ച് ഒരു പെയിൻറ്റിങ്ങിൽ കുറച്ചൊരു മങ്ങിച്ച് വന്നിക്കണമെന്നുള്ളൂ. ബാക്കി ഇതൊക്കെ നോക്കിയാണ് എന്താ സെറ്റപ്പില്ലേ, അടിപൊളി. കഴിഞ്ഞ വീഡിയോക്ക് ഞാൻ തമ്പനയിൽ കൊടുത്തതിൻ്റെ ഈ ഒരു ഭാഗമാണ്. അത് കുഴപ്പമില്ല കേട്ടോ. ഇവിടെ ആരോ 2 ഗ്ലാസ് ഇട്ടിട്ടുണ്ട്. അടിപൊളി, സൂപ്പർ. ബാറ്ററി വെഹിക്കിൾ ഫ്രീ ആട്ടോ ഇവിടെ. അതാണ് ആ ഗാർഡൻ. അതിൻ്റെ അപ്പുറത്ത് നല്ല അടിപൊളി സ്പോട്ടാ. കുറേ നടക്കാണ്ട്, കുറേ നടക്കാണ്ട്. ഒരു ചേച്ചിൻ്റെ കൂടെ അടിച്ചേരനെ എനിക്കൊന്നും മണിക്കൂർ ഇടവിട്ട് അടിച്ചേരാനൊക്കെ ആളുണ്ടാവും കേട്ടോ. ഇവിടെ ഒരു എസ്കലേറ്റർ ഉണ്ട് കേട്ടോ. അതാ വർക്കിംഗ് ആണ്. ഞാൻ ഇവിടെ നിന്ന് അങ്ങോട്ട് പോയതാണ്, നമ്മൾ റോങ് ആണ്. ഇതാണ് ഒറിജിനൽ. ഇത് ബസ്സിന് പോകാനുള്ള ഏരിയ അല്ല. ഇത് നമ്മളെ യാത്രക്കാരെ കൊണ്ടുവന്നാക്കാൻ വേണ്ടി വരുമല്ലോ, അതിലൂടെ ഇങ്ങനെ വന്നിട്ട് ഇതിലൂടെ ഇങ്ങനെ ഇറങ്ങി പോട്ടോ. അതായത് യാത്രക്കാരെ ആക്കി കൊടുക്കാനുള്ള റോഡാണ് ഇതൊക്കെ ഈ ഒരു 2 വരിയിലുള്ളത്.
ബസ് പോകാനുള്ളത് അവിടെ അപ്പുറത്തൂടെ അതൊക്കെയാണ്, അതിലൂടെയാണ്. ആ കാണുന്നത് പാർക്കാണ്, മറ്റേ ബസ് പോകാനുള്ളത് അപ്പുറത്ത് കൂടെ. നമുക്കിവിടെ ഒരു നോട്ടീസോ കാര്യങ്ങളോ ഒന്നും കാണാൻ പറ്റൂല. പരസ്യത്തിന് വേണ്ടിയിട്ട് പ്രത്യേകതയൊക്കെയാണ്. മാൽദീവ്സ് മദ്രാസ് ഇതാ ഇങ്ങനെയുള്ള നല്ല സ്റ്റാൻഡേർഡ് രീതിയിലുള്ള പരസ്യമാണ് കൊടുത്തിട്ടുള്ളത്. ഡസ്റ്റ്ബിൻ എല്ലാ സ്ഥലത്തും ഉണ്ട്. പരസ്യത്തിന് ഒക്കെയാണ് നിങ്ങൾ പരസ്യ ബോർഡുകൾ നല്ല സ്റ്റാൻഡേർഡിലാട്ടോ കൊടുത്തിട്ടില്ല, അല്ലാതെ ഇങ്ങനെ പോസ്റ്റ് ഒട്ടിച്ചതൊന്നുമില്ല. മെയിൻ്റെനൻസിന് എപ്പോഴും സ്റ്റാഫ് ഉണ്ട്. ഗാർഡൻ ഇതൊക്കെ എപ്പോഴും നല്ല സെറ്റപ്പിൽ കൊണ്ടുനടക്കുന്നുണ്ട് കേട്ടോ. മൊബൈൽ ATM നമ്മളെ നാട്ടിലേക്ക് എന്തേക്കും നമ്മളെ കോഴിക്കോട് ബസ് സ്റ്റാൻഡിലേക്ക് ഒരു മൊബൈൽ ATM വരും. പാർക്കിംഗ് അണ്ടർഗ്രൗണ്ട് ഉണ്ട്. ലോകത്തിലെ ഏറ്റവും വലിയ ഒരു ബസ് സ്റ്റേഷൻ ആണെന്നുണ്ടെങ്കിലും ബസ് ടെർമിനൽ ആണെന്നുണ്ടെങ്കിലും നമ്മളെ നാട്ടിലെ കോഴിക്കോട് KSRTC സ്റ്റാൻഡിൻ്റെ ആ ഒരു ലെവലിലേക്ക് എത്താൻ തമിഴ്നാട് ഇനി ഒരുപാട് മുന്നോട്ട് പോകണം. നമുക്ക് ആകെ വളരെ കുറഞ്ഞ സ്ഥലം മാത്രമേ ഉള്ളൂ, പക്ഷേ ആ ഒരു സ്ഥലത്ത് വെളിച്ചം കടക്കാത്ത രീതിയിലുള്ള നിർമ്മാണം, അതായത് സൂര്യപ്രകാശം ഉള്ളിലേക്ക് കടക്കാൻ പറ്റാത്ത രീതിയിലുള്ള നിർമ്മാണമാണ് കോഴിക്കോട് KSRTC സ്റ്റാൻഡിൽ നടന്നിട്ടുള്ളത്. ഒരു എൻജിനീയറിംഗ് മഹാത്ഭുതം എന്നൊക്കെ നമുക്ക് വിശേഷിപ്പിക്കാം. അതിനുള്ളിലെ കാഴ്ചകൾ കണ്ടിട്ടില്ലല്ലോ, സംഭവം സെറ്റാണ്. പിന്നെ ഈ പില്ലറിനോട് ചാരിയിട്ട് പില്ലറിനെ തൊട്ടൊരുമിയിട്ടാണ് ബസ്സുകൾ പാർക്ക് ചെയ്യൽ. നടന്ന് കുഴങ്ങി. അങ്ങനെ ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു ബസ് സ്റ്റേഷനാണ് നമ്മുടെ കോഴിക്കോട് KSRTC ടെർമിനൽ. എന്തായാലും തമിഴ്നാട് ഇത്ര പൈസ മുടക്കി, 1000 കോടി 500 കോടി എത്ര മുടക്കിയാലും നമ്മളെ കോഴിക്കോടിൻ്റെ ആ ലെവലിലേക്ക്, അതായത് സൂര്യപ്രകാശം തട്ടാത്ത രീതിയിലുള്ള ഒരു ബസ് ടെർമിനൽ, ആ ഒരു ലെവലിലേക്ക് നമ്മളെ ഒരു കോഴിക്കോടിൻ്റെ ആ ലെവലിലേക്ക് തമിഴ്നാടിന് ഒരിക്കലും എത്താൻ പറ്റൂല. ഞാനാ പറഞ്ഞത് ചിലപ്പോൾ ചില ആളുകൾക്ക് ഇഷ്ടപ്പെടൂല. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഇതൊക്കെ വന്ന് കാണണം, എന്താണ് സെറ്റപ്പ് എന്നുള്ളത്. അപ്പൊ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ബസ് പോണ സ്ഥലങ്ങൾ വായിച്ച് തീരാന് 1 മണിക്കൂറിലേറെ സമയമെടുക്കും. എന്തായാലും സുഹൃത്തുക്കളെ, നമ്മുടെ രാജ്യത്തിന്റെ പല ഭാഗത്തും ഇതുപോലത്തെ പല വിധത്തിലുള്ള വികസന കാര്യങ്ങൾ, അതായത് ജനങ്ങൾക്ക് ഉപകാരമുള്ള രീതിയിലുള്ള പല വിധത്തിലുള്ള നിർമ്മാണങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. ഇതേപോലെ പണികൾ പൂർത്തീകരിച്ച് നാട്ടുകാർക്ക് സമർപ്പിച്ചിട്ടുണ്ട്. ഇന്ന് പല സംസ്ഥാനങ്ങളിലും നഗരങ്ങളിലിട്ടോ പല വിധത്തിലുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ വളർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പൊ തമിഴ്നാടിന്റെ ചില ഭാഗത്തേക്കാണ്ട് പോയിക്കാൻ തന്നെ തീരെ വൃത്തി ഉണ്ടാവില്ല. പക്ഷെ അതെല്ലാം വിചാരിച്ചാണ് നമ്മളിപ്പോ ഈ ഒരു വളർന്നുകൊണ്ടിരിക്കുന്നത് മൂടിയേക്കാൻ വേണ്ടി പറ്റൂലല്ലോ. അപ്പൊ നമ്മളെ നാട്ടിൽ മാത്രം ഒതുങ്ങാതെ ഇടയ്ക്കൊക്കെ ഒന്ന് ഒരു രാജ്യത്തിന്റെ പല ഭാഗത്തേക്കും യാത്ര ചെയ്ത് കാണുന്നുണ്ടെങ്കിൽ പല വിധത്തിലുള്ള കാര്യങ്ങൾ നമുക്ക് കാണാൻ വേണ്ടി പറ്റുട്ടോ. ഇത് ഫ്രീ ആയിട്ടുള്ള സർവീസാണ്. ബാറ്ററി വെഹിക്കിൾ ഫ്രീ ആയിട്ടോ. പ്രായമായിട്ടുള്ള ആൾക്കാർക്കും ആർക്കാണെന്നുണ്ടെങ്കിലും ഫ്രീ ആയിട്ടാണ് ഈ ഒരു സൗകര്യം ചെയ്തു കൊടുക്കുന്നത്. ഇത് പഞ്ചപ്പൂർ ബസ് സ്റ്റാൻഡിലും ഇവിടെയും ഫ്രീ ആണ്. ഇപ്പൊ തമിഴ്നാട്ടിൽ ഇപ്പൊ ഈ 2 ബസ് സ്റ്റേഷനാണ് ഇപ്പൊ നല്ല അടിപൊളിയായി വന്നിട്ടുള്ളത് കേട്ടോ. BVG ഇവരാണ് ഇത് മെയിൻറ്റെയിൻ ചെയ്യണത് കേട്ടോ. നല്ല ഉഷാറായിട്ട് കൊണ്ടെടുക്കുന്നുണ്ട്. ഒരു കുഴപ്പം തോന്നിയിട്ടില്ല. ബസ്സിന്റെ ഡിസ്പ്ലേ ബോർഡും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ATM ഒക്കെയാണ്. 1 2 3 4 5 ATM. ഫുഡ് സ്റ്റാൾ ഉണ്ട്, ഹോട്ടലുകളുണ്ട്, കൂൾ ബാർ ഉണ്ട്, ടീ ഷോപ്പുകളുണ്ട്, എല്ലാം ഉണ്ട് എന്ന് പറഞ്ഞിട്ടോ. ഒരു വൃത്തിക്കേടാക്കുന്ന പരിപാടികളോ അങ്ങനത്തെ പരിപാടികളൊന്നുമില്ല. എല്ലാം നല്ല അടിപൊളിയായിട്ട് കൊണ്ടെടുക്കുന്നുണ്ട്. ഹാൻഡ് വാഷ്, സ്റ്റെയർസ്, ഇതൊക്കെ ഫുഡ് കോർട്ട്. നമ്മളൊക്കെ അന്ന് പിന്നെ ഡീറ്റെയിൽ ആയിട്ട് ചെയ്തതാണ്. ഇവിടെ ഉണ്ടോ ഒരു മാളിൽ വന്ന പോലെ, ഒരു മാളിൽ നമ്മൾ വരുമ്പോൾ എങ്ങനെയാണോ അതേപോലെ അവിടെ നായി കിട്ടും. നായിനെ കൊണ്ട് വലിയ ശല്യമല്ല വന്നത്, എന്നാലും നല്ല അടിപൊളിയായിട്ട്. ഇതൊക്കെയാണ് ഒരു മാളിലൊക്കെ ഉള്ള പോലെ. മാരി റൂമുണ്ട്, പിന്നെ ഡോർമെട്രീസ് ഉണ്ട്, പിന്നെ തമിഴ്നാട് TNRTC ഉദ്യോഗസ്ഥർക്കുള്ള ഡോർമെട്രീസ് ഉണ്ട്. അതൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചിട്ടുണ്ട്. ഐസ് ബാഡ്, മധുരൈ മുനിയാണ്ടി വിലാസ് ബിരിയാണിയാണ്, ബിരിയാണി സെൻറ്റർ. പക്ഷേ എങ്ങനെയുണ്ട് തമിഴ്നാടൊക്കെ വേറെ ലെവലായിട്ടോ അല്ലേ? തമിഴ്നാടൊക്കെ അടിക്കടി ഇങ്ങനെ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ഒരു 10 കൊല്ലം കൂടി കഴിഞ്ഞാൽ ഇന്ത്യയിലെ നമ്പർ 1 സിറ്റി ആയിട്ട് ചെന്നൈ മാറും. തമിഴ്നാടിൻ്റെ എല്ലാ ഭാഗത്തേക്കും ഇപ്പോൾ നമ്മൾ തിരുച്ചിറപ്പള്ളി തമിഴ്നാട് ഏറ്റവും വലിയ 2ാമത്തെ ഒരു നഗരമാണ് തിരുച്ചിറപ്പള്ളി. തമിഴ്നാടിൻ്റെ മധ്യകേന്ദ്രം, തമിഴ്നാടിൻ്റെ ഒരു മധ്യ കേന്ദ്രമാണ് തിരുച്ചിറപ്പള്ളിയിൽ ഇപ്പോൾ നമ്മളെ പഞ്ചപ്പൂർ ബസ് സ്റ്റേഷൻ AC-യിൽ, ഇന്ത്യയിലെ തന്നെ ആദ്യമായിട്ട് ഫുൾ AC എയർ കണ്ടീഷൻ ബസ് സ്റ്റേഷൻ പഞ്ചപ്പൂർ തിരുച്ചിറപ്പള്ളി കണ്ടു. തമിഴ്നാടിൻ്റെ പല ഭാഗത്തേക്കും വികസനങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എന്തായാലും ഒരു 10 വർഷം കൊണ്ട് ചെന്നൈ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയൊരു സിറ്റി ആയിട്ട് മാറും. ഇതൊക്കെയാണ് 10 രൂപക്ക് വാട്ടർ ബോട്ടിൽ എടുത്ത ആൾ പോയി. ആളുകൾ പിന്നെ ബസ്സിലേക്ക് ആളെ കയറ്റും. അതാണ് ഇവിടുത്തെ മെയിൻ പ്രത്യേകത. തിരിച്ച് ബസ്സിലേക്ക് കയറ്റും. സൂപ്പർ ആയിരിക്കില്ല? 10 രൂപയ്ക്ക് 1 ലിറ്റർ വാട്ടർ ബോട്ടിൽ
നല്ല പ്രോജക്റ്റ് ജനങ്ങൾക്കൊപ്പം. വാഷ്റൂം എന്താ അവസ്ഥ എന്ന് പോയി നോക്കട്ടെ. അതൊക്കെ തിരിച്ച് ഈ സൈഡ് തിരിച്ച് പല സൈഡും തമിഴ്നാട്ടിന്റെ പല ഭാഗത്തേക്കും രാജ്യത്തിന്റെ പല ഭാഗത്തേക്കുള്ള ബസ്സുകൾ ഇവിടുന്ന് സർവീസ് നടത്തുന്നുണ്ട്. വാഷ്റൂമൊന്നും കുഴപ്പമില്ല സുഹൃത്തുക്കളെ. അന്ന് വന്നപ്പോൾ ഫുള്ള് പുതിയ ക്ലോസറ്റ് ആയാലും ടൈലായാലും ഒക്കെ പുതിയതായിരുന്നു. അപ്പോൾ ആ ടൈലിലൊക്കെ ചോട്ടിയിട്ട് കുറച്ചൊരു ഇത് വന്നിട്ടുണ്ട്. അതേപോലെ ക്ലോസറ്റിലൊക്കെ വെള്ളത്തിന് തരും. ബാക്കി വൃത്തിയും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ്. അവിടെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരാളവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു സ്റ്റാഫ് ഇപ്പോഴും ഉണ്ട്. ഓരോ ബാത്റൂമിൽ ഒരു സ്റ്റാഫ് ഉണ്ട്. അതുപോലെ ലേഡീസിൻ്റെ ഇതിലൊരു സ്റ്റാഫ് ഉണ്ട്. എല്ലാ ബാത്റൂമിലും അങ്ങനെ തന്നെയാണ്. പിന്നെ ഇവിടെ വേറൊരു കാര്യം കാഴ്ചയുണ്ടെങ്കിൽ ക്യാരി ബാഗിനെ പറ്റിയിട്ട് ഇവിടെ എന്തോ കാര്യം തമിഴിൽ നമുക്ക് അവിടെ വരാതെ അക്ക ഇതന്നെ പോട്ടിരിക്കേ ഇതെന്നത് തിരിയാതെ പഠിക്ക തിരിയാതെ കേരള പ്ലാസ്റ്റിക് கேரி பேக் ஒரு வாட்டி யூஸ் பண்ணலாம். ஓகே மறுபடியும் யூஸ் பண்ண கூடாது. சூப்பரா இருக்கு. இதுக்குள்ள கேரி பேக் யூஸ் பண்ணாங்க ஒரு முறை பயன்படுத்துறீங்க. எஸ் ஓகே മഞ്ചപ്പൈ അപ്പോൾ കഴിയുന്നതും പ്ലാസ്റ്റിക് കവർ ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. പിന്നെ ഈ സത്യം പറയല്ലോ ഈ ഡസ്റ്റ്ബിൻ ഉണ്ടല്ലോ, ഡസ്റ്റ്ബിന് പല സ്ഥലത്തൊക്കെ ഈ ഷോപ്പിൻ്റെ അവിടെ വെച്ചിട്ടുണ്ട്, ആ ഷോപ്പിൻ്റെ അവിടെ വെച്ചിട്ടുണ്ട്. ഓരോ ഷോപ്പിൻ്റെ സ്ഥലത്തും ഡസ്റ്റ്ബിൻ കാര്യങ്ങൾ വെച്ചിട്ടുണ്ട്. സൂപ്പറായിരിക്കണ്ട ബസ് സ്റ്റാൻഡ്. നിങ്ങൾ കൊടുത്ത് വെച്ചാങ്ക இந்த மாதிரி சூப்பர். இங்கே ஒரு பஸ் ஸ்டாண்டு, பஞ்சப்பூரில் ஃபுல் ஏசி பஸ் ஸ்டாண்டு. തമിഴ്നാട് പോയിട്ടേ ഇരിക്കും. എല്ലാവരും പുകയത്തണ്ടാറ് എന്നോട്. അത്ര മേലേക്ക് പോയിട്ടില്ല. ഇത് പുകയത്തി ഇല്ലാതാക്കണ്ടാറ്. ഈ ഷോപ്പിനുള്ള ഡസ്റ്റ്ബിൻ അവിടെ കൊടുത്തിട്ടുണ്ട്, ആ ഷോപ്പിനുള്ള ഡസ്റ്റ്ബിൻ അവിടെ കൊടുത്തിട്ടുണ്ട്. ഉണ്ടാ പിന്നെ ഇവിടെ വരുന്ന ആൾക്കാർ നല്ല ഉഷാറായിട്ടുണ്ട് കേട്ടോ. ഞാൻ ഇപ്പോൾ ആരെയും പ്ലാസ്റ്റിക്കിൻ്റെ കവറോ പിന്നെ ചേച്ചിമാരൊക്കെയാണ് അടിച്ചു തരുന്നൊക്കെയാണ് പ്ലാസ്റ്റിക്കിൻ്റെ കവറോ കാര്യങ്ങളൊന്നും വലിച്ചെറിഞ്ഞതോ കാര്യങ്ങളൊന്നും നമ്മൾ കണ്ടിട്ടില്ല. എല്ലാം നല്ല ഉഷാറായിട്ട് പോകുന്നുണ്ട്. പിന്നെ പഞ്ചപ്പൂരിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ ഒരു ഏരിയ ഉണ്ടല്ലോ, ഈ ഒരു ഏരിയ മൊത്തം എയർ കണ്ടീഷനാണ്. ഇതൊരു നല്ല ഉഷാറായിട്ടുള്ള ഇതാണ് പഞ്ചപ്പൂർ. പഞ്ചപ്പൂർ എന്ന് പറഞ്ഞാൽ തിരിച്ചിട്ടോ ലിഫ്റ്റ് ഹോട്ടൽ. ഇത്ര ഹോട്ടൽ ഇവിടെ ഉണ്ടെച്ചിട്ടും ഇതിനുള്ളിൽ കാര്യമായിട്ടുള്ള ചൂടോ കാര്യങ്ങളോ ഒന്നും ഇല്ല കേട്ടോ. ഇവിടെയൊക്കെ ഹോട്ടൽ ഉണ്ടെന്നുണ്ടെങ്കിലും ഇപ്പം ഇതിൻ്റെ ഉള്ളിൽ കൂടെ നടക്കുമ്പോൾ ആ ചൂടോ കാര്യങ്ങളോ ഒന്നുമില്ല. എല്ലാം നല്ല ഉഷാറായിട്ടുണ്ട്. ഇതെന്താണ് തമിഴ് ഡ്രൈസ്. ഹാൻഡ് വാഷിനുള്ള ഏരിയ കൊടുത്തിട്ടുണ്ട്. ഡ്രിങ്കിങ് വാട്ടർ ഇത് അവിടെ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഹോട്ടലിനടുത്തൊക്കെ അപ്പോൾ അവിടെ നമ്മൾ ഹാൻഡ് കണ്ടല്ലോ ഹാൻഡ് വാഷ്. അതേപോലെ ഇവിടെ ഒരു ഹാൻഡ് വാഷ് കൊടുത്തിട്ടുണ്ട്, ഡ്രിങ്കിങ് വാട്ടർ കൊടുത്തിട്ടുണ്ട്. പിന്നെ പ്ലാസ്റ്റിക്കിൻ്റെ പ്ലേറ്റ് ഉണ്ടാവില്ല, അത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കാണിച്ചതാണ്. നമ്മളെ പാള എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുക അറിയില്ല. നമ്മളെ അടക്ക കവുങ്ങ് കറി, കവുങ്ങിൻ്റെ ആ ഒരു ഇല കൊണ്ടുണ്ടാക്കിയ പാളയാണ് പ്ലേറ്റ് ആയിട്ടുള്ളത്. ഒക്കെ വൃത്തിയും കാര്യങ്ങളൊക്കെ നല്ല അടിപൊളി ഒരു സ്പോട്ട് തന്നെ ഇട്ടത്. ഇത്രയും ഹോട്ടലായിട്ട് ഇവിടെ ഒരു ചൂടൊക്കെ ഇതൊരു ഭക്ഷണത്തിൻ്റെ ഒരു ഏരിയ തോന്നുന്നത്. 3000 ബസ്സാണ് ഇവിടുന്ന് ദിവസേന സർവീസ് നടത്തുന്നത്. 1,00,000 യാത്രക്കാരെയാണ് ഒരു ഡേയിൽ പ്രതീക്ഷിക്കുന്നത് കേട്ടോ. മുകളിലേക്കൊന്ന് കയറി നോക്കാം, മുകളെന്താ അവസ്ഥ അറിയില്ലല്ലോ. മുകളിൽ ഇപ്പോഴും കച്ചവടക്കാർ ഫുള്ളായിട്ടില്ല കേട്ടോ. ഇവിടെ ജെൻസ് ഡോർമെട്രി, ലേഡീസ് ഡോർമെട്രി, ഇവിടെ ഒന്നും കാര്യമായിട്ടുള്ള ഇതായിട്ടില്ല തോന്നുന്നത്. നല്ല കാഴ്ചയൊക്കെയാണ്. ഒരു ലോകം തന്നെ കേട്ടോ. അതൊക്കെയാണ് നിങ്ങൾ ബൈക്ക് പാർക്കിങ്ങിൻ്റെ ഒരു ഏരിയ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പബ്ലിക് ടോയ്ലറ്റ്, റെസ്റ്റോറൻറ്റ്, വെഹിക്കിൾ പാർക്കിംഗ്, ടിക്കറ്റ് ഓഫീസ്, ATM, ആംബുലൻസ്, ഇതൊക്കെയാണ്. ഗാർഡനിങ് ഒക്കെയാണ്. എങ്ങനെയുണ്ട് ഗാർഡൻ? എങ്ങനെയുണ്ട്? ഉഷാറായില്ലേ? എന്താ ഒരു ഏരിയ അല്ലേ? അതൊക്കെയാണ് നിങ്ങൾ വലിയൊരു ഏരിയ. കളേഞ്ചർ സെൻറ്റനറി സെറ്റ്. ഇത് നമ്മളെ നാട്ടിൽ കാണാത്തൊരു തരം ചെടി. ഇത് തമിഴ്നാട് സ്പെഷ്യലാ. இது வெளியூர். சூப்பரா இருக்கு. நம்ம ஊர்ல பார்க்கவே இல்லை. வெளிநாட்டு மாதிரி இருக்கு. ஃபுல்லா இதுக்குள்ளவா? உள்ளன்னா உள்ள இல்ல, அங்கங்க ஒரு லைட். நீ வெளிய எடுத்து பார்த்தா உங்களுக்கு தெரியும் லைட். சூப்பரா இருக்குல. லைட் இங்கனா எப்படினா கஸ்டமர் எல்லாரும் அங்க உட்காருவாங்க அப்படியே ஜாலியா. இங்க இதுக்குள்ள ப்ரொஃபஷனல் இல்ல, அலௌட் இல்ல. அலௌட் தான். யாருமே இருக்காங்க. சூப்பரா இருக்கு. இந்த மாதிரி மெயின்டெனன்ஸ் பண்ணனும். ஓ யோ நீங்க உட்கார்றது இந்த பாருங்க ஈத்தப்பனல வீக்குக்கு 4 டைம் கட் பண்ணிடுவாங்க. இது எல்லாம் கட் வீக்குக்கு. ஆமா வீக்குக்கு 4 டைம் 5 டைம். சூப்பர் மெயின்டெனன்ஸ் சூப்பரா இருக்கு. பிவிஜி தனியா டீமே இருக்கு. இப்போ உள்ள பார்த்தாச்சு. ஓகே பஸ் ஸ்டாண்ட் நான் 2 வருஷம் முன்னாடி வீடியோ போட்டாச்சு. 2 வருஷம் முன்னாடி வீடியோ போட்டாச்சு. 38 lakh 38 லட்சம் பேர் இன்ஸ்டாகிராமில் பார்த்தாச்சு. நீங்கள் பார்க்கல?
என்ன நீங்க கொஞ்சம் அப்டேட் ஆகணும்ல. ഓക്കെ, സൂപ്പറായിരിക്കും. ഏതായാലും എന്ത് മനോഹരമായിട്ടാണ് ഇത് ഇപ്പോഴും പരിപാലിച്ചു കൊണ്ടുപോകുന്നത്. ഇത് പരിപാലിക്കാനായിട്ട് മാത്രം 10-ൽ കൂടുതൽ ആളുകളുണ്ട്. ഏതായാലും ഒരുപാട് സ്ഥലമുണ്ട് ഇവർക്ക്. ഇത് കണ്ട് നമ്മൾ മോഹിച്ചിട്ട് കാര്യമില്ല, നമുക്കൊന്നും ഇത് നടക്കൂല. അങ്ങനെ ഈ ഒരു പണി നമ്മൾ വിജയകരമായിട്ട് പൂർത്തീകരിച്ചിരിക്കുന്നു. നമ്മൾ ഇനി ഇവിടുന്ന് നേരെ പോവുകയാണ്. നമുക്കൊന്ന് മെട്രോയിൽ കയറിയിട്ട് വേറൊരു സ്ഥലത്തേക്ക് പോകാണ്ട്. മെട്രോ സ്റ്റേഷൻ ഇതിനോട് ഈ ഒരു ബസ് സ്റ്റാൻഡിലായിട്ട് മെട്രോ കണക്ട് ചെയ്തിട്ടില്ല. അതാണ് ഇപ്പോൾ ആകെയുള്ളൊരു ബുദ്ധിമുട്ട്. ഈ ലോക്കൽ ബസ്സിൽ മാത്രമേ നമുക്ക് ഇങ്ങോട്ട് വരാൻ പറ്റുള്ളൂ. അത് ഏകദേശം ഒരു മണിക്കൂർ ഓട്ടുണ്ട്. ട്രാഫിക് ജാം ഉണ്ടാകുമ്പോൾ ഏകദേശം 1.5 മണിക്കൂറൊക്കെ ആകും. അപ്പോൾ ആ ഈ ഒരു മെട്രോ കണക്ട് ചെയ്യണ പരിപാടി കൂടി അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു നമ്മളെ ലോക്കൽ ട്രെയിൻ 5 രൂപേൻ്റെ ട്രെയിൻ ഉണ്ടല്ലോ, അതും കൂടി കണക്ട് ചെയ്ത് കാണുന്നുണ്ടെങ്കിൽ സംഭവം പൊളി. ഏതായാലും ബസ് സ്റ്റാൻഡ് ഒരു രക്ഷയില്ല മക്കളെ, അടിപൊളിയാണ്. ഇത്രയും കണ്ടപ്പോൾ നമ്മളിപ്പോൾ ഇത്ര കണ്ടു. ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കവറോ കാര്യങ്ങളോ ഒന്നും നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റിയിട്ടില്ല. സംഭവം എല്ലാം ഉഷാറാട്ടോ. പൈസ മുടക്കിന്നുള്ളത് ഇവിടെ കാണുന്നത്. 2 വർഷം മുമ്പ് നമ്മൾ എങ്ങനെ കണ്ടോ അതേപോലെ തന്നെ ഉണ്ട്. ബാത്റൂമിലെ കുറച്ച് ടൈലും കാര്യങ്ങളൊക്കെ തേഞ്ഞു പോയിട്ടുണ്ടെന്നല്ലാതെ വേറെ ഒരു പ്രശ്ന കാര്യങ്ങളൊന്നുമില്ല. ആൾക്കാരോട് വരുന്ന ആൾക്കാർ നല്ല രീതിക്ക് തന്നെ ഇത് മെയിൻ്റെനൻസ് ചെയ്യുന്നുണ്ട്. സംഭവം ഏതായാലും ഈ ഒരു മെയിൻ്റെനൻസ് ചെയ്യുന്ന ടീമിനും തമിഴ്നാട് ഗവൺമെൻറ്റിനും 100 മാർക്ക് നമുക്ക് കൊടുക്കാം. സംഭവം ഉഷാറായിട്ടുണ്ട്. ഗവൺമെൻറ് ഒരു പ്രോജക്റ്റ് ഉണ്ടാക്കി അല്ലെങ്കിൽ ഗവൺമെൻറ് തന്നെ നോക്കി നടത്തുമ്പോൾ ഇത്ര ഉഷാറായിട്ട് കിട്ടില്ല. ഈ മെയിൻ്റെനൻസ് ചെയ്യാൻ വേണ്ടി പുറത്ത് ആൾക്കാരെ ഏൽപ്പിക്കുമ്പോൾ നല്ല ഉഷാറായിട്ട് കിട്ടും. ഏതായാലും അടിപൊളിയായിട്ടുണ്ട്. ഇതേപോലെ തന്നെ നമ്മളെ പഞ്ചപ്പൂർ ബസ് സ്റ്റേഷൻ കേട്ടോ. സംഭവം ഏതായാലും കൊള്ളാം. മീനമ്പാക്കാണ് ഞാൻ അടുത്ത മെട്രോ സ്റ്റേഷൻ ഉള്ളത് കേട്ടോ. ഇവിടെ അടുത്ത് മീനമ്പാക്കാണുള്ളത്. അപ്പോൾ 70B എന്ന ബസ് പോകും. ഈ ബസ് വന്നതിൻ്റെ ശേഷം നല്ല അടിപൊളിയായിട്ടോ. അങ്ങനെ കാണാനുണ്ട്, നല്ല ഉഷാറല്ലേ, അടിപൊളി അല്ലേ? യാസ്, നമ്മളെ ബസ്. അങ്ങനെ നമ്മൾ ബസ്സിൽ കയറി എയർപോർട്ട് മെട്രോ സ്റ്റേഷൻ ലക്ഷ്യമാക്കിക്കൊണ്ട് പോവുകയാണ്. എയർപോർട്ടിനോട് ചേർന്നിട്ടുള്ള മെട്രോ, അതാണ് ആ ഒരു മെട്രോ സ്റ്റേഷനിലേക്കാണ് ഈ ബസ് പോകുന്നത്. അവിടെ വരെയാണ് മെട്രോ ഉള്ളൂ. എന്താ സെറ്റപ്പില്ലേ. ഹൈദരാബാദ് പോയപ്പോഴും ഇതേപോലെ ഫ്ലൈ ഓവറിന് അടിയിലൊക്കെ നല്ല അടിപൊളി ചെടികളും അതേപോലെ കളറും കാര്യങ്ങളൊക്കെ ചെയ്ത് ഇതൊക്കെ കോർപ്പറേഷൻ ചെയ്യുന്ന കേട്ടോ. ചെന്നൈ കോർപ്പറേഷൻ, അതേപോലെ ഹൈദരാബാദ് അവിടെ സിറ്റി കോർപ്പറേഷൻ, അങ്ങനെ അവർ ചെയ്യുന്നതാണ്. എന്ത് മനോഹരമായിട്ട്, അതായത് പുറത്തുനിന്നൊരാൾ വരുമ്പോൾ ഈ ഒരു സംഭവങ്ങളൊക്കെ കാണുമ്പോണ്ടല്ലോ ഒരു പോസിറ്റീവ് വൈബ് തന്നെ, പോസിറ്റീവ് ചിന്താഗതി എന്തായാലും വരും. കാരണം ഇങ്ങനെ വൃത്തിയിൽ ഈ ഒരു സംഭവങ്ങളൊക്കെ കാണുമ്പോൾ ഇവിടെ വരുന്ന ആൾക്കാർക്കും ഇത് വൃത്തിയായിട്ട് സൂക്ഷിക്കണം എന്നുള്ള ചിന്താഗതി ഉണ്ടാകും. എന്തായാലും തമിഴ്നാട് ഡേ ബൈ ഡേ ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. 10 വർഷം മുമ്പ് ചെന്നൈയിൽ വന്ന ഒരാൾ വീണ്ടും വരുമ്പോൾ തലയിൽ കൈവെക്കും. അമ്മാതിരി മാറ്റങ്ങളാണ് ചെന്നൈ സിറ്റിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഒരു വയ്യോരത്തും അതേപോലെ ബസ് സ്റ്റോപ്പിൻ്റെ അടുത്തൊക്കെ മൂത്രയിക്കണ പരിപാടി അതൊന്ന് നിർത്തിക്കാണ്ട് അത് കോർപ്പറേഷൻ ഒന്ന് ശ്രദ്ധിച്ചിക്കാന്നുണ്ടെങ്കിൽ ഒന്നും കൂടി ഉഷാറായി. താമ്പരത്തെത്തിട്ടോ. താമ്പരത്തൊക്കെയാണ് നിങ്ങൾ നടക്കാൻ വേണ്ടിയിട്ട് ആകാശപാത ഉണ്ടാക്കിയാണ്. റെയിൽവേ സ്റ്റേഷൻ അല്ലേ, എന്തോ അടിപൊളി. ഇവിടെ ഇയാളുണ്ടെങ്കിലും ബുദ്ധിമുട്ടാണ്. അടിപൊളി. മീനമ്പാക്കം മെട്രോ ലക്ഷ്യമാക്കിക്കൊണ്ട് നമ്മളിങ്ങനെ നീങ്ങുകയാണ്. സർവണ സ്റ്റോർ. ആദ്യം ടി വിയിലൊക്കെ ഫുള്ള് തന്നെ അതിന് പരസ്യല്ലേ. ടി നഗറിൽ വരെ ഷോപ്പിലൊക്കെ എന്തോരം തിരക്കാര്. മീനമ്പാക്കം എയർപോർട്ട് മെട്രോ ലക്ഷ്യമാക്കിക്കൊണ്ടാണ് ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. ഉപ്പോളി എയർപോർട്ടിൻ്റെ ഉള്ളിലേക്ക് ഈ ഒരു ബസ് സർവീസ് നടത്തുന്നുണ്ട്. നമ്മൾ 70Bയിൽ കയറിക്കാന്നുണ്ടെങ്കിൽ എയർപോർട്ടിൻ്റെ ഉള്ളിലേക്ക് കയറ്റൂല. ഇത് എയർപോർട്ടിൻ്റെ ഉള്ളിലേക്ക് പോകുന്ന ബസ്സാട്ടോ. അപ്പോൾ അതിനുള്ളിലാണ് ലാസ്റ്റ് മെട്രോ സ്റ്റേഷൻ ഉള്ളത്. ചെന്നൈയെ പറ്റി പറയാന്നുണ്ടെങ്കിൽ മറ്റു നഗരങ്ങൾക്കില്ലാത്ത, അതായത് നമ്മുടെ രാജ്യത്തെ മറ്റു നഗരങ്ങൾക്കില്ലാത്ത വിധത്തിലുള്ള നഗര വികസന പദ്ധതികളുണ്ടല്ലോ. ദീർഘവീക്ഷണമുള്ള നഗര വികസന പദ്ധതികളാണ് ചെന്നൈയിൽ നടപ്പാക്കുന്നത് കേട്ടോ. പല മുഖ്യമന്ത്രിമാർ തമിഴ്നാട് ഭരിച്ചിട്ടുണ്ട്. ഇപ്പോൾ അമ്മ, അതേപോലെ മുത്തുവേൽ കരുണാനിധി, കളേഞ്ചറുടെ ആ ഒരു സിഗ്നേച്ചർ ഓഫ് ദ മുത്തുവേൽ കരുണാനിധി എന്ന് പറയുന്ന കത്തിപ്പാറ ഫ്ലൈ ഓവർ, അങ്ങനെ സ്റ്റാലിൻ, അങ്ങനെ ഒരുപാട് പ്രഗത്ഭരായിട്ടുള്ള മുഖ്യമന്ത്രിമാർ തമിഴ്നാട് ഭരിച്ചിട്ടുണ്ട്. അതിൻ്റെ ആ ഒരു ഇതൊക്കെ നമുക്ക് എടുത്ത് പറയാൻ പറ്റുന്നൊരു കാര്യം എന്താ വെച്ചാൽ ഇവരെ വീക്ഷണങ്ങൾ, അതായത് മെട്രോ ഫേസ് 2 ഫേസ് 3യുടെ പണികൾ, അതേപോലെ എന്തായിക്കോട്ടെ ചെന്നൈ നഗരത്തിൽ വന്നൊരാൾക്ക് ഇതാണ് നഗര വികസനം, അതായത് നല്ല ദീർഘവീക്ഷണമുള്ള നഗര വികസനം ഇതാണ് എന്ന് മറ്റു നഗരങ്ങളിൽ പോയി ചെന്നൈയിൽ വന്നൊരാൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ഇൻഫ്രയുടെ കാര്യത്തിൽ തമിഴ്നാട് എത്രയോ മുകളിലാണ്. നമ്മുടെ സംസ്ഥാനത്ത് വെച്ച് കമ്പയർ ചെയ്യാന്നുണ്ടെങ്കിൽ ഇൻഫ്രയുടെ കാര്യത്തിൽ തമിഴ്നാട് എത്രയോ മേലെയാണ്.
ഡേ ബൈ ഡേ തമിഴ്നാട് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിലാണെങ്കിലും ആരോഗ്യ മേഖലയിൽ ഇപ്പോൾ കുറച്ചൊരു മുൻപോട്ട് പോയിട്ടുണ്ട്. അതേപോലെ ഗ്രാമങ്ങളിലൂടെ സഞ്ചരിക്കുമ്പോൾ പാർപ്പിട കെട്ടിടങ്ങളാണ് ഇപ്പോൾ നമുക്ക് കൂടുതലായിട്ട് കാണാൻ പറ്റുന്നത്. അതൊക്കെ വളർച്ചയുടെ ഒരു ഭാഗമാണ്. ഓക്കെ, താങ്ക്സ്. അങ്ങനെ നമ്മൾ ചെന്നൈ ഇന്റർനാഷണൽ എയർപോർട്ടിലേക്ക് എത്തി. ഇത് ഡൊമസ്റ്റിക് ആട്ടോ. ഡോർ തുറന്നു, നമ്മൾ പുറത്തേക്ക് ഇറങ്ങി. ചെന്നൈ മെട്രോ. ഈ ഒരു സൈഡ് ഡൊമസ്റ്റിക് ആട്ടോ. ഇവിടുന്ന് നമ്മളിങ്ങനെ പോകണം. എന്താ സെറ്റപ്പ് നിങ്ങൾ ആലോചിച്ച് നോക്കിയാണ്. ബസ്സിൽ വന്ന് മെട്രോയിൽ എയർപോർട്ടിലോട്ട് പോകേണ്ട അത് ഡൊമസ്റ്റിക് ആഭ്യന്തര യാത്രക്കാർക്ക് ലോക്കൽ ബസ്സിലും ഇതാ ഇവിടേക്ക് വരാം. ഇതൊരു പുതുമുള്ള കാര്യമല്ല കേട്ടോ. എല്ലാ സ്ഥലത്തും ഇതേപോലെ സർവീസ് നടത്തുന്നുണ്ട്. അതാണ് മെട്രോ സ്റ്റേഷൻ. നമ്മൾ ഇവിടുന്ന് എക്സലേറ്ററിൽ കയറിയിട്ട് നേരെ ഇതിനുള്ളിൽ കൂടെ അങ്ങനെ അങ്ങോട്ട് പോകാം. പൊളി. ചെന്നൈ. എയർപോർട്ട് മെട്രോ സ്റ്റേഷൻ. അങ്ങനെ വലത്തോട്ട് തിരിഞ്ഞു പോകണം. ആഭ്യന്തര യാത്രക്കാർ അങ്ങനെ നേരെ പോവുക. ഇന്റർനാഷണൽ എയർപോർട്ട് കുറച്ചുകൂടി മുമ്പോട്ട് അങ്ങനെ പോവുക. മെട്രോയിലേക്കുള്ള വഴി എടുത്ത് നോക്കിയാണ്. എന്താല്ലേ പൊളി. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഇതിലൂടെ പോകണം കേട്ടോ. ഇത് രണ്ടും ഒന്ന് തന്നെ കേട്ടോ. ഈ കളർ ഓട്ടോ കൊടുത്തതിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറണാണേ. ഡിസ്പ്ലേയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഓട്ടോ കൊടുക്കുമ്പോൾ മാറണാണ്. അപ്പോൾ ഈ ഒരു സമയത്തുകൊണ്ട് അധികം തിരക്കോ കാര്യങ്ങളൊന്നുമില്ല. നല്ല ഫുഡ് കിട്ടും ഈ ഒരു മെട്രോ ഉള്ള ഭാഗങ്ങളിൽ. ഈ മെട്രോ സ്റ്റേഷനിൽ നല്ല 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 ഹോട്ടലുണ്ടാവും കേട്ടോ. ടിക്കറ്റ് വാട്സപ്പിലാണ്. ചെന്നൈ ഇന്റർനാഷണൽ എയർപോർട്ട് മെട്രോ ഈക്കാട്ടുതാങ്കൽ മെട്രോ 30 രൂപ കേട്ടോ ഫെയർ. പ്ലാറ്റ്ഫോം ടിക്കറ്റ് പ്ലാറ്റ്ഫോം ചെയ്തിട്ടില്ലേ? ഓക്കെ. ഇവിടെ തുടക്കത്തിൽ പറഞ്ഞ പോലെ നല്ല ചൂടായിരുന്നു. മെട്രോയിൽ കയറിയപ്പോൾ ഇപ്പോഴാണ് ഒരു ആശ്വാസമായത്. ഇപ്പോഴാണ് തണുപ്പ് ഇങ്ങോട്ട് വന്നത്. നല്ല ചൂടാട്ടോ. ചൂട് പറഞ്ഞാൽ വെയിലധികമല്ല, പക്ഷെ നല്ല വിങ്ങൽ, നല്ല ചൂട് കാറ്റ്. ആ കാണുന്ന ചിത്രത്തിലുള്ളതാണ് കത്തിപ്പാറ. ഇത് നമ്മളിപ്പോൾ സഞ്ചരിക്കുന്നത് ഗ്രീൻ ലൈനിലാട്ടോ. ഇപ്പോൾ 2 ലൈനാണ് ചെന്നൈ മെട്രോക്ക് ഉള്ളത്. ആ കാണുന്നതാണ് കത്തിപ്പാറ കേട്ടോ. ദ സിഗ്നേച്ചർ ഓഫ് മുത്തുവേൽ കരുണാനിധി എന്ന പേരിൽ അറിയപ്പെടുന്ന കത്തിപ്പാറ ഫ്ലൈ ഓവർ. അതിനടിയിലാണ് ഫുഡ് കോർട്ടും കാര്യങ്ങളൊക്കെ ഉള്ളത്. ഈ കത്തിപ്പാറ ഫ്ലൈ ഓവറിലേക്കാണ് ദളപതി വിജയ് വന്നത് കേട്ടോ. നമ്മളിപ്പോൾ ആ ഒരു ഫ്ലൈ ഓവറിന്റെ ഭാഗത്തു കൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. 101 അടി ഉയരത്തിലാണ് ആ മെട്രോയുടെ പണി നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാ 101 അടി ഉയരത്തിലാണ് മെട്രോന്റെ പേര് കേട്ടോ. അതിന്റെ മുകളിലാണ് പുതിയ CM ദളപതി വിജയ്. നല്ല അടിപൊളി റീലും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാകും. നമ്മളവിടെ ഉണ്ടായിരുന്ന ആ ഒരു സ്പോട്ടില് 101 അടി ഉയരത്തിലാണ് ഗാൻഡി ലിവർ. അതായത് പണി നടക്കുന്നതുമായി ബന്ധപ്പെട്ട് ഒരു തടസ്സങ്ങളും വരാൻ പാടില്ല. അത്തരത്തിലുള്ള ഒരു നിർമ്മാണമാണ്. ഒരു നിർമ്മാണ മഹാത്ഭുതം തന്നെയാണ് കത്തിപ്പാറയിൽ ഇപ്പം നടക്കുന്നത് കേട്ടോ. നമ്മൾ ഇറങ്ങുന്ന സ്ഥലം എത്തി. ഈക്കാട്ടുതാങ്കൽ. ഇതൊക്കെ ഗ്രീൻ ലൈനിലാട്ടോ. അണ്ണാനഗർ അതൊക്കെ ഗ്രീൻ ലൈനിലൂടെ ഇങ്ങനെ പോയിട്ട് ചെന്നൈ സെൻട്രൽ ഉണ്ടല്ലോ, MGR സെൻറ്റർ, അതിലേക്ക് കണക്ട് ചെയ്യും. മെട്രോയിലൊന്നും ഇപ്പോൾ വല്ലാതെ തിരക്കില്ല. വൈകുന്നേര സമയത്ത് ഭയങ്കര തിരക്കായിരിക്കും. അങ്ങനെ നമ്മൾ മെട്രോ ഇറങ്ങി പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. നമ്മൾ ആ ബസ് സ്റ്റാൻഡ് ഉണ്ടല്ലോ, ബസ് സ്റ്റാൻഡ് സിറ്റി വിട്ടതിന് ശേഷം കേട്ടോ. അതായത് സിറ്റിയിലെ തിരക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇവിടുന്ന് ഏകദേശം ഒരു 1.5 മണിക്കൂർ സഞ്ചരിച്ചാലാണ് നമുക്ക് ആ ഒരു ബസ് സ്റ്റേഷനിലേക്ക് എത്താൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ ഇവിടുന്ന് നമ്മളിങ്ങനെ നേരെ പോവുകയാണ്. നമ്മളൊരു സുഹൃത്തിനെ കാണാൻ വേണ്ടി ഇപ്പോൾ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിന് ശേഷം നമുക്ക് മെട്രോയുടെ പണികൾ അപ്ഡേറ്റ് ചെയ്യണം. അപ്പോൾ ഏതായാലും സുഹൃത്തുക്കൾ, ഇതൊക്കെയാണ് ചെന്നൈയിലെ ഇപ്പോഴത്തെ ഏറ്റവും പുതിയ വിശേഷങ്ങളും അതേപോലെ ബസ് സ്റ്റാൻഡിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥകളും കേട്ടോ. അപ്പോൾ ഏതായാലും വീഡിയോ നിർത്തുകയാണ്. വീഡിയോ കണ്ടതിന് നിങ്ങൾക്ക് ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. അതേപോലെ ഇഷ്ടപ്പെട്ടുകയെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതേപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കണ്ട ആൾക്കാരെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്താണ്ടും പോയിക്കോളിട്ടോ. നാളെ ചെന്നൈ മെട്രോയുടെ ഏറ്റവും പുതിയ വിശേഷങ്ങളൊക്കെ കാണാം. ഓക്കെ.